പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ എത്തിയത് അന്താരാഷ്ട്ര അതിർത്തി കടന്നത് സാംബ കത്വ മേഖലകളിലെ മുള്ളുവേലി മുറിച്ച്. പാക് ഭീകരരായ അലിഭായ്, ഹാഷിം മൂസ എന്നിവർ ഇന്ത്യയിലെത്തിയത് 1.5 വർഷം മുമ്പ്. കസ്റ്റഡിയിലുള്ള പഹൽഗാമിലെ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ വീണ്ടും ചോദ്യം ചെയ്യാൻ NIA. കാശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നത് നിർത്തി. റാപ്പർ വേടൻ പ്രതിയായ കഞ്ചാവ് കേസിൽ FIR-ലെ വിവരങ്ങൾ പുറത്ത്. പോലീസ് എത്തിയത് വേടനും സംഘവും തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടെ. ഫ്ളാറ്റ് നിറയെ പുകയും രൂക്ഷഗന്ധവും. കഞ്ചാവ് വാങ്ങിയത് ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്നെന്നും FIR. മലയിലെ ലോക്കറ്റിൽ പുലിപ്പല്ല് ഉപയോഗിച്ചതിന് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത റാപ്പർ വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വേടൻ നേരത്തെ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയതിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. 4 വിദ്യാർത്ഥികളെ കോളേജ് ഔദ്യോഗികമായി പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല. നടപടി ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മലപ്പുറത്ത് പേവിഷബാധയേറ്റ 5.5 വയസ്സുകാരി മരിച്ചു. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. കുഞ്ഞിന് പേവിഷബാധ സ്ഥിരീകരിച്ചത് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം. പെരുവള്ളൂർ സ്വദേശിയായ കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റത് മാർച്ച് 29. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ എത്തിയത് അന്താരാഷ്ട്ര അതിർത്തി കടന്നത് സാംബ കത്വ മേഖലകളിലെ മുള്ളുവേലി മുറിച്ച്. പാക് ഭീകരരായ അലിഭായ്, ഹാഷിം മൂസ എന്നിവർ ഇന്ത്യയിലെത്തിയത് 1.5 വർഷം മുമ്പ്. നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നു. ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യ. ഷജിയൻ കരുണിന് വിട നൽകാൻ കലാകേരളം. രാവിലെ 10:30 മുതൽ തിരുവനന്തപുരം കലാഭവനിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച മന്ത്രി സജി ചെറിയാൻ അടക്കം.